ആൻഡ്രൂസ് മ്യൂട്ട് മാറ്റണേ, അൺമ്യൂട്ട് ചെയ്യണേ. ആ കേക്കാവോ സാർ? പറഞ്ഞു ആൻഡ്രൂസ്. ഓക്കെ, ഗുഡ് ഈവനിങ് സാർ. എൻ്റെ പേര് ആൻഡ്രൂസ് എന്നാണ്. ഞാൻ സൗദി എക്സാം പാസ്സായത്. ഞാൻ എന്നാ പറയുന്നത്, ഞാൻ ശരിക്കും ഒരു ആവറേജ് സ്റ്റുഡൻ്റ്. അപ്പം ഞാൻ ഇപ്പൊ ഈ വിനോദി പറഞ്ഞ പോലെ എനിക്കും കുറെ നാളത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ എനിക്കും തിയറി ആയിട്ട് ഒരു ബന്ധമില്ലായിരുന്നു കുറെ നാളായിട്ട്. അപ്പം ഞാൻ ഓൺലൈൻ ക്ലാസ് റെഗുലർ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സാറിൻ്റെ കൂടെ ഒന്ന് ക്രാഷ് കോഴ്സുകൂടെ ചെയ്തപ്പോഴാണ് എക്സാം പാസ്സായത്. അപ്പം എനിക്ക് പറയാനുള്ളത്, സാറ് പറയുന്ന ഓരോ കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക, നോട്ടെല്ലാം നമ്മൾ എഴുതി എടുക്കുക. ഇപ്പം നമ്മൾ ക്രാഷ് കോഴ്സിന് അവിടെ ഇരിക്കുമ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുമ്പം സ്വാഭാവിക ക്ഷീണവും ഉറക്കമൊക്കെ വരുമായിരിക്കും. പക്ഷെ എങ്കിലും നമ്മളൊരു 10 ദിവസത്തെ കാര്യമെല്ലാം ഓർത്ത് കഷ്ടപ്പെട്ട് പഠിക്കുക. എക്സാം അത്ര എളുപ്പമൊന്നുമല്ല. എല്ലാവരും ഓർമ്മ എക്സാം ചെന്ന് എക്സാം എഴുതാൻ സുഖം അങ്ങനെയൊന്നും അല്ല. നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിക്കാൻ മാത്രമേ ഉള്ളൂ എക്സാം പാസ്സാവുള്ളൂ. പ്രത്യേകിച്ച് സാറ് പറയുന്ന ഓരോ ടോപ്പിക്കും നമ്മൾ അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് പഠിക്കണം. ഇപ്പം ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് സാർ എപ്പോഴും പറയാം സ്റ്റേറ്റസ് ഓഫ് ലേബർ അത് ശ്രദ്ധിച്ച് പഠിക്കണമെന്ന് പറയും. ഞാൻ എക്സാമിന്റെ തലേദിവസം ഞാൻ അതെല്ലാം നോക്കിയിട്ടാണ് പോയത്. ഇപ്പം എനിക്കൊരു ഓൾമോസ്റ്റ് ഒരു 10-30 ക്വസ്റ്റ്യൻ സെയിം തന്നെ വന്നായിരുന്നു. എന്നെ സെയിം ഒന്നും അല്ലെങ്കിലും നമ്മൾ സാറ് പറയുന്ന ഓർത്ത് അത്യാവശ്യം കണക്ട് ചെയ്ത എക്സാം പാസ്സാകാൻ പറ്റും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാം കഷ്ടപ്പെട്ട് പഠിക്കുക, സാറ് പറയുന്നത് ചെയ്യുക, എക്സാം ഉറപ്പായിട്ടും പാസ്സാവും. താങ്ക് യു സോ മച്ച് സാർ. ഞാൻ സാറിനെ കാണാൻ വരുന്നുണ്ടോ? ഉറപ്പായിട്ടും. താങ്ക് യു ആൻഡ്രൂസ്.